അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി റെഡിയായി കുഞ്ഞൊരു ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്കൂട്ടിയിലാണ് പോകുന്നത്. സ്കൂട്ടിയിൽ അതൊരു മെയിൻ റോഡ് വരെ സ്കൂട്ടി പോകുന്നുള്ളൂ. പിന്നെ സ്കൂട്ടി അവിടെ നിന്ന് ഒതുക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ ബസ്സിലാണ് പോയത്. ഒരു കുഞ്ഞു ഷോപ്പിങ്ങിനായിട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടി കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്തു. അതിനുശേഷം നടന്ന് ഇങ്ങനെ പോവാണ്. നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അങ്ങനെ കുറച്ച് നേരം നിന്നിട്ടാണ് ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. ബസ്സിൽ കയറിയപ്പോൾ ദാണ്ട അടിപൊളി തിരക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഞാനും അവളും പിന്നെ കണ്ടക്ടറും മാത്രമാണ് നിന്ന് പോയത്. അങ്ങനെ ഞങ്ങൾ പുനലൂരെത്തി. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ നടന്നു പോയി. ഇച്ചിരി ഇവിടുന്ന് കുറച്ച് നടന്നു പോയാലേ നമ്മൾ ഷോപ്പിലെത്തുള്ളൂ. അങ്ങനെ ഷോപ്പിൽ എത്തി എന്ന് പറയാം. ഞങ്ങൾ അങ്ങനെ ഓരോ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നോക്കിയെടുത്തൊക്കെ അങ്ങനെ ലാസ്റ്റ് ആ ഷോപ്പിലെത്തി. അങ്ങനെ അപ്പോൾ അവൻ ചോദിച്ചു എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എനിക്ക് സാരി വേണം. അങ്ങനെ ഉമ്മാക്ക് 2 സാരി എടുക്കാനായിട്ടാണ് പോയത്. അങ്ങനെ സാരിയുടെ കൗണ്ടറിലെത്തി. അങ്ങനെ സാരിയൊക്കെ പിടിച്ച് നോക്കുമായിരുന്നു ഏത് വേണമെന്ന്. ഇതൊരുമാതിരി കരിഞ്ഞ നീല, അതായത് നേവി ബ്ലൂവിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂ ആയിരുന്നു. അതുകൊണ്ട് അത് നോക്കിയതാണ്, പക്ഷെ അത് എടുത്തില്ല. അത് വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യമേ ഇതാണ് സെലക്ട് ചെയ്തത്. ഈ റെഡാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ എന്തോ ആ റെഡും എനിക്കെന്തോ ഒരു പശപശക്ക് തോന്നി. എനിക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതെല്ലാം മാറ്റി വെച്ചിട്ട് വേറെ നോക്കാൻ പറഞ്ഞു. ഇത് എടുക്കണമെന്ന് കരുതിയതാണ്, മാറ്റി വെച്ചതാണ്, പക്ഷേ എടുത്തില്ല. അതല്ല എടുത്തത്. അങ്ങനെ പിന്നെ കുറേ സാരികളൊക്കെ അവരെ കൊണ്ട് ഇങ്ങനെ വാരി ഇടിച്ച് അവരെ കുറേ ഒന്ന് ശല്യപ്പെടുത്തി. അങ്ങനെ സാരി അങ്ങനെ നോക്കി. പിന്നെ നോക്കിയെന്ന് വെച്ചാൽ ഈ ഒരു പാറ്റേണും ഒരു മജന്ത കളറുമാണ്. പക്ഷേ അതും എൻ്റെ കണ്ണിനെ പിടിച്ചില്ല. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, നമ്മൾ ലേഡീസിനൊക്കെ ഒരുപാട് വാരിയിട്ട് നോക്കിയാലേ കണ്ണിൽ പിടിക്കുകയുള്ളൂ. അങ്ങനെ പിന്നെ അതിൻ്റെ ഈ നീലയും ആ ഒരു മെറൂണും കൂടെ നോക്കിയത് കൊള്ളായിരുന്നു. അതിഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു സാരി നമ്മൾ അതാണ് ഫിക്സ് ചെയ്തത്. അതിനുശേഷം പിന്നെ വേറെ കുറേ സാരികൾ നോക്കി. 2 സാരി എടുക്കാനായിരുന്നു പ്ലാൻ. അങ്ങനെ ഒരെണ്ണം അത് സെലക്ട് ചെയ്തു. പിന്നെ ഇത് നാത്തൂൻ പറഞ്ഞ് ഇത് വെച്ച് നോക്കിത്താ കൊള്ളാമോന്ന്. പക്ഷേ എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ രണ്ടാമത് ഇതാണ് നോക്കിയത്. ഈ ഒരു മജന്തയിൽ ജസ്റ്റ് ഒരു ക്രീമി ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ബോർഡറും ഒക്കെ അത്യാവശ്യം ഗോൾഡൻ ബോർഡറും ഒരു ലുക്കുണ്ട്. കണ്ടപ്പോൾ ലുക്ക് തോന്നി. അപ്പം ഇതും കൂടെയാണ് സെലക്ട് ചെയ്തത്. ഇതും ആ നീലയിൽ മെറൂൺ വരുന്നതും കൂടെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അങ്ങനെ സെലക്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ബ്ലൗസിൻ്റെ മെറ്റീരിയലും സ്കേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കോട്ടൻ്റെ സാരികളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പിടിച്ച് നോക്കി, പക്ഷേ എടുത്തില്ല. ആ 2 സാരിയും പിന്നെ അതിന് ബാക്കിയുള്ള ഐറ്റംസൊക്കെയാണ് എടുത്തത്. അതെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇങ്ങനെ പിന്നെ അവിടെ കുറച്ച് നേരം ഒന്ന് അവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. പിന്നെ കുറേ ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പിടിച്ചൊക്കെ നോക്കിയിട്ടൊക്കെയാണ് പിന്നെ അവിടുന്ന് വന്നത്. പിന്നെ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബ്ലൗസിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ നാത്തൂൻ താഴത്തെ ടോപ്പിലെ കൗണ്ടറിലെ ചേച്ചി നോക്കി എന്തൊക്കെയോ പറയുകയാണ്. ടോപ്പ് എടുക്കാൻ വരുന്നില്ലയോ എന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ അവൾ പറഞ്ഞ് നമ്മൾ എടുക്കാൻ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് സാരിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ രണ്ടുപേരും കൂടെ പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയി. ലിഫ്റ്റിലൊന്നും കയറാനൊന്നും നിന്നൊന്നുമില്ല.
കുറച്ച് നടക്കാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിപ്പോയി. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡെയിലി വെയേഴ്സിൻ്റെ ടോപ്പുകളൊക്കെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് പൈസ കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് നോക്കിയതേ ഉള്ളൂ, എടുത്തില്ല. പിന്നെ അവൾ ദേ പോവാണ് ചുരിദാറിൻ്റെ സെക്ഷനിൽ. ആ ചേച്ചിയെടുത്ത് എന്തോ തള്ളി മറിക്കാനായിട്ട് പോവാണ്. അങ്ങനെ പോയി അവൾ അങ്ങനെ 1-2 ഡ്രസ്സൊക്കെ അവൾ നോക്കി. പക്ഷെ നമ്മളൊന്നും എടുത്തൊന്നുമില്ല. നമുക്ക് ആകെ ഒറ്റ ഉദ്ദേശം എന്ന് വെച്ചാൽ മൈക്ക് എടുക്കാമെന്നുള്ളതായിരുന്നു. അങ്ങനെ ബില്ലിംഗ് സെക്ഷനിൽ വന്നു. ബില്ലൊക്കെ കൊടുക്കാനുള്ള ഇതിലായിരുന്നു. അങ്ങനെ പൈസയൊക്കെ എടുത്തപ്പോൾ അവളെൻ്റെ അടുത്ത് പറയാം, പണപ്പെട്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കിത്ത പൈസയെന്ന്. അങ്ങനെ പിന്നെ പൈസയൊക്കെ കൊടുത്തു. അങ്ങനെ പൈസ കൊടുത്ത് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈവനിങ് ആയിരുന്നു നമ്മൾ പോയത്, അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളങ്ങനെ പൈസ കൊടുത്തതിന് ശേഷം അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. നമ്മൾ അവിടുന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേന് ബാക്കിൽ 2 ചേച്ചിമാരെ വെച്ച് സെൽഫി എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ യൂട്യൂബിലിടാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെയൊന്നും കാണിക്കലെന്ന് പറഞ്ഞിട്ടാണ് മോഹം മാറ്റിയത്. ഞാൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ വൈറലാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ അവൾ പറഞ്ഞ് ദാഹിക്കുന്നു, നമുക്ക് വെള്ളം കുടിക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ആയോ, വെള്ളം കുടിച്ചാലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കുഞ്ഞൊരു ബേക്കറിയിൽ കയറി. അങ്ങനെ പിന്നെ വെള്ളത്തിനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. വെള്ളം എന്ന് പറഞ്ഞാൽ ഞാനൊരു പൈനാപ്പിൾ ജ്യൂസും അവൾക്ക് ഒരു ഷാർജ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് രണ്ടുമാണ് വാങ്ങിയത്. അങ്ങനെ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവിടുത്തെ ആൻറ്റി കണക്ക് ഷാർജയും പൈനാപ്പിളൊക്കെ കൊണ്ടുവച്ചു. പക്ഷെ തിരിഞ്ഞു പോയി കൊണ്ടുവച്ചത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്തു. ഞാനങ്ങനെ പെട്ടെന്ന് കുടിച്ചു. ഞാൻ അവിടുത്തെ പറയാമെന്ന് ഫോണിൽ നോക്കിയിരിക്കാതെ പെട്ടെന്ന് കുടിച്ചിട്ട് വാന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഷാർജയും കുടിച്ചു, പൈനാപ്പിളൊക്കെ കുടിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ സ്റ്റാൻഡിലെത്തി. പിന്നെ ബസ്സൊക്കെ കിട്ടി. എന്തായാലും ഇരിക്കാൻ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബസ് ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് പട്ടിഷയൊക്കെ ഇറക്കി 2 സെൽഫിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ബസ് എടുത്തു. അങ്ങനെ അങ്ങനെ മന്ദം വീടെത്തി. കുഞ്ഞുങ്ങളെ ട്യൂഷനൊക്കെ ആക്കിയിട്ടായിരുന്നു പോയത്. തിരിച്ചു വന്ന വഴിക്ക് കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.